കൊരിന്തോസർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏഷ്യയിൽ വെച്ച് അത്ര കഠിനമായ ആ സുവിശേഷ വേലയും ബന്ധപ്പെട്ട് കടന്നുപോയ അത്ര കഠിനമായ വേദനയിലൂടെ, അത്ര കഠിനമായ സഹനത്തിലൂടെ ഒക്കെ പൗലോസിനെ കടന്നുപോയി. എന്നിട്ട് പറയാണ്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും ദുസ്സഹമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മരണഭയം പോലും ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി. മരിക്കുമെന്നുള്ള പേടി, മരിക്കുമെന്നുള്ളൊരു ഭയം, ഈ ഭയം ഉണ്ടാകുന്ന രീതിയിൽ അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പോലും ഞങ്ങൾക്ക് തോന്നി. ആലോചിച്ചു, ഒന്ന് ചിന്തിച്ചു നോക്കിയ പൗലോസിന്റെ സ്ഥാനത്തുനിന്ന്. ഏഷ്യയിലെ സുവിശേഷ പ്രഘോഷമായിട്ട് നടന്നപ്പോണ്ടായ പീഡനത്തെ കുറിച്ചാണ് പറയുന്നത്, ക്ലേശങ്ങളും വേദനകളെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ മരിക്കുമെന്ന് പോലും ഞങ്ങൾ പേടിച്ചു. മരണഭയം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് പറയാണ്, മാത്രമല്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ, അതായത് എന്തിനാണ് ദൈവം ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് എന്നുള്ളതിന് പൗലോസ്ലീഹ ഉത്തരം തരികയാണ്. ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മരണതുല്യമായ അനുഭവത്തിലൂടെ ദൈവം ഞങ്ങളെ നടത്തിയത്. ഹല്ലേലൂയ. നമ്മളെല്ലാം കടന്നു പോകുന്നല്ലെങ്കിൽ നാളെ ഈ അനുഭവത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകും, ഒരു സംശയമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ മരണ ഭയം വേട്ടയാടുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ മനസ്സിൽ കുറിച്ചിട്ടോളം, എന്തിനാണ് ദൈവം എന്നെ ഈ അനുഭവത്തിലൂടെ ഇപ്പോ നടത്തുന്നത്? അതിന് ഉത്തരം പൗലോസ്ലീഹ പറയുക, കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക, അത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ആശ്രയത്വം ഒരു ആത്മാവിന് കിട്ടിയാൽ മാത്രമേ മരണത്തെ അഭിമുഖീകരിക്കാൻ പറ്റൂ. പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ഭയമില്ലാതെ, ആകുലതകളില്ലാതെ ഭരണത്തെ ഒരു ദൈവ പൈതൽ അഭിമുഖീകരിക്കണമെങ്കിൽ ഈ വിശ്വാസം വേണം. എന്ത്? കർത്താവിൽ പൂർണ്ണമായ ആശ്രയത്വവും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണം. അല്ലാതെ മരിച്ച മണ്ണിനോട് മണ്ണായ ദൈവത്തിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവം സ്വന്തം ശക്തിയാൽ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഈ അനുഭവത്തെ മറികടക്കാൻ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ പരിഭ്രാന്തരാകുമല്ല, നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ അനുഭവം നമുക്ക് തരുന്നത്.